ഇപ്പോൾ ലഭിക്കുന്ന സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ട് യൂറോപ്യൻ യൂണിയന്റെ ഭീഷണി നരേന്ദ്രമോദിക്കും ഇന്ത്യയ്ക്കും വന്നിരിക്കുന്നു. റഷ്യയുമായി നിങ്ങൾ ഇനി സഹകരിച്ചാൽ നിങ്ങളെ പൂട്ടിക്കെട്ടുമെന്നാണ് യൂറോപ്യൻ യൂണിയൻ പറഞ്ഞിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് നേരത്തെ ബ്രിക്സുമായി തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് യൂറോപ്യൻ യൂണിയൻ ഇപ്പോൾ ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഭീഷണിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. എന്നാൽ ആ ഭീഷണിക്ക് നിലവിൽ പുല്ലുവിലയാണ് ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയും ഇന്ത്യ മഹാരാജ്യവും കൊടുത്തിരിക്കുന്നത്. കാരണം നമ്മളൊരു വലിയ മാർക്കറ്റ് ഫോഴ്സാണ്, നമ്മൾക്ക് നേരെ അത്ര വലിയ തിട്ടൂരമൊന്നും വേണ്ട എന്നാണ് കൃത്യമായി ഇപ്പോൾ ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ നാറ്റോ ആയിരുന്നു റഷ്യയെ അനുനയിപ്പിക്കണമെന്ന ഭീഷണിയുമായി ഇന്ത്യയുടെ നേർക്കെത്തിയത്. റഷ്യയിൽ നിന്ന് എണ്ണ മേടിക്കരുത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് താരിഫ് അടിച്ചു തരും എന്നാണ് കൃത്യമായി നാറ്റോ ഇന്ത്യയെ ഭീഷണിപ്പെടുത്തിയത്. ആ സമയത്ത് ഇന്ത്യയുടെ വിദേശകാര്യ വക്താവായിട്ടുള്ള രൺധീർ ജയ്സ്വാൾ പറഞ്ഞത്, നിങ്ങൾ എന്ത് വിഡ്ഢിത്തരമാണ് ഈ പറയുന്നത്? കാരണം റഷ്യയിൽ നിന്ന് നമ്മളിവിടെ മേടിക്കുന്ന എണ്ണ സംസ്കരിച്ച് പകുതി വിലയ്ക്ക് നിങ്ങൾ യൂറോപ്പിലെ വായിലേക്കാണ് അല്ലെങ്കിൽ അണ്ണാക്കിലേക്കാണ് ഞങ്ങൾ ഒഴിച്ചു തരുന്നത്. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നിങ്ങൾ ഞങ്ങൾക്ക് താരിഫ് അടിക്കുമെന്നാണോ പറയുന്നത് എന്നാണ് കൃത്യമായി ഇന്ത്യ നാറ്റോയെ നേരിട്ടത്. നാറ്റോ അതിൽ നാണം കെട്ട് നാറി എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള വസ്തുത. ഇപ്പോഴിതാ നാറ്റോയുടെ ഭീഷണി വിലപ്പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇപ്പോഴിതാ ഇന്ത്യയുടെ മാർക്കറ്റിൻ്റെ ലക്ഷ്യമിട്ടുകൊണ്ട്, ഇന്ത്യ റഷ്യയെ സഹായിക്കുന്നത് ലക്ഷ്യമിട്ടുകൊണ്ട്, റഷ്യയെ തകർക്കണമെന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിൽ ഇപ്പോൾ നയാര പമ്പുകളെ അടക്കം ലക്ഷ്യമിട്ടുകൊണ്ട് ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ ഇപ്പോൾ ഭീഷണിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ ഭീഷണി ഇന്ത്യ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ളതാണ് നമ്മൾ എടുത്തു കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. വരുന്ന ദിവസങ്ങളിൽ ഈ യൂറോപ്യൻ യൂണിയനെയും ഇന്ത്യ ചുരുട്ടിക്കെട്ടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇന്ത്യയെ ഭീഷണിപ്പെടുത്താനൊന്നും ഇപ്പോൾ ഒരു രാജ്യവും വളർന്നിട്ടില്ല. അതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രിക്സ് ഉച്ചകോടിയിലടക്കം പറഞ്ഞത്. അതായത് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ അവഗണിച്ചുകൊണ്ട് ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളത്. എന്നാൽ ഇതിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അപ്ഡേറ്റ് എന്താണ്? അതാണ് യൂറോപ്യൻ യൂണിയനെ പ്രധാനമായും ആശങ്കപ്പെടുത്തുന്നത്. യൂറോപ്യൻ യൂണിയൻ നാണം കെട്ടിരിക്കുന്നത് ആ ഒരു അപ്ഡേറ്റിലാണ്. അമേരിക്കയുടെയും നാറ്റോയുടെയും ഭീഷണിയും അതിർത്തിയും വകവയ്ക്കാതെ പുടിൻ നമ്മുടെ രാജ്യത്ത് സന്ദർശിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ്. ഇതിൽ ഇന്ത്യ കൂടുതൽ കരാറുകൾ പുടിനുമായി ഏർപ്പെടും. നിങ്ങൾ അവിടെ നിന്ന് ഒരു കരാറും എടുക്കരുതെന്ന് പറയുമ്പോൾ ഇന്ത്യ ഇപ്പോൾ നിലവിലുള്ള കരാർ കൂട്ടുകയും കൂടുതൽ കരാറിൽ ഏർപ്പെടാനുള്ള ശ്രമവുമാണ് അവിടെ നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ആഗോളതലത്തിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളും റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ US നാറ്റോ അതിർത്തി ഉണ്ടായിരുന്നിട്ടും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഈ വർഷം അവസാനം ഇന്ത്യ സന്ദർശിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. 2021 ശേഷം ആദ്യമായി ന്യൂഡൽഹിയിൽ നടക്കുന്ന ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയുമായി ബന്ധപ്പെട്ടാണ് പുടിൻ്റെ സന്ദർശനം. റഷ്യക്കെതിരെ തുടർച്ചയായി ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും റഷ്യയുമായുള്ള പ്രതിരോധ ഊർജ്ജ സഹകരണം പുനഃപരിശോധിക്കാൻ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്ന സമയത്താണ് പുടിൻ ഈ സന്ദർശനം നടത്തുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് പ്രതിരോധ സഹകരണം, ഊർജ്ജബന്ധം, ആണവോർജ്ജ പങ്കാളിത്തം, ആർട്ടിക് മേഖലയിലെ സഹകരണം, ഹൈടെക് മേഖലയിൽ ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള പദ്ധതികൾ എന്നിവ ഉച്ചകോടി ചർച്ച ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. യൂറോപ്യൻ യൂണിയൻ ഏർപ്പെടുത്തിയ പുതിയ ഉപരോധങ്ങൾക്കിടയിൽ ഈ ഉച്ചകോടി വളരെ പ്രധാനമാണ്. പ്രധാനമന്ത്രി മോദിയും റഷ്യൻ പ്രസിഡന്റ് പുടിനും തമ്മിൽ കൂടിക്കാഴ്ച എപ്പോൾ നടക്കുമെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ലെങ്കിലും ഇന്ത്യ റഷ്യ ഉച്ചകോടിയിൽ ഭക്ഷ്യസുരക്ഷയും ഒരു പ്രധാന വിഷയമാകുമെന്നും അറിയാൻ സാധിക്കുന്നു. പ്രധാനമന്ത്രി മോദിയുടെ അഭ്യർത്ഥന പ്രകാരം റഷ്യ ഇന്ത്യയിലേക്കുള്ള വളങ്ങളുടെ കയറ്റുമതി വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് വ്ളാദിമിർ പുടിൻ അടുത്തിടെ പറഞ്ഞിരുന്നു. കൃഷിക്ക് വളങ്ങൾ അത്യാവശ്യമാണ്. മറുവശത്ത് ഇന്ത്യക്കും റഷ്യയ്ക്കും ഇടയിലുള്ള പുതിയ ആണവ നിലയത്തെ രണ്ടാമത്തെ സ്ഥലം അന്തിമമാക്കുന്ന പ്രക്രിയയും ഈ ഉച്ചകോടിയിൽ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. റഷ്യ ഇന്ത്യ ഉച്ചകോടി പ്രധാനമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അതിൻ്റെ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യാഴാഴ്ച പറഞ്ഞു. അവസാനമായി മോസ്കോയിൽ നടന്ന ഈ ഉച്ചകോടി ഇപ്പോൾ ഇന്ത്യയുടെ ഊഴമാണ്. പരസ്പര സമ്മതത്തോടെയായിരിക്കും ഞങ്ങൾ തീയതികളും തീരുമാനങ്ങളും പ്രഖ്യാപിക്കുക എന്നാണ് ഇപ്പോൾ അറിയുന്നത്. റഷ്യക്കെതിരെ പാശ്ചാത്യ ഉപരോധങ്ങൾക്കിടയിലും ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുകയും പ്രതിരോധ പങ്കാളിത്തം തുടരുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഹൈടെക് സൈനിക കാര്യങ്ങളിൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് അകലം പാലിക്കണമെന്ന് അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ട്. മറുവശത്ത് ഇന്ത്യയുടെ ഈ നിലപാട് G7-ൻ്റെയും പാശ്ചാത്യ ലോകങ്ങളുടെയും തന്ത്രത്തെ ദുർബലപ്പെടുത്തുമെന്ന് നാറ്റോ രാജ്യങ്ങൾ ആശങ്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും ഇന്ത്യ സ്വതന്ത്രമായ വിദേശ നയം തീരുമാനിക്കുന്നുവെന്ന് ഇന്ത്യ വ്യക്തമാക്കുന്നുണ്ട്. റഷ്യ ഒരു പഴയതും വിശ്വസനീയവുമായ സഖ്യകക്ഷിയാണ് നമ്മളുടെ എന്നാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ പിന്നിൽ നിന്ന് കുത്തുന്ന സഖ്യകക്ഷിയല്ല റഷ്യ. പോരാത്തതിന് റഷ്യയുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം ചരിത്രം നിങ്ങളെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ആ സമയം മുതൽ ചരിത്രത്തിൽ ഞങ്ങളുടെ ബന്ധത്തിൻ്റെ ഊഷ്മളത കാണാൻ സാധിക്കുമെന്നാണ് ഇന്ത്യ ഇപ്പോൾ മറുപടി കൊടുത്തിരിക്കുന്നത്. ഇന്ത്യക്ക് ഇന്ത്യയുടെ വിദേശ നയം ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, അത് സ്വതന്ത്രമായി നമ്മുടെ രാജ്യം തന്നെ പ്രഖ്യാപിക്കുമെന്ന് ഇന്ത്യ ഇപ്പോൾ അമേരിക്കയോടും നാറ്റോയോടും യൂറോപ്യൻ യൂണിയനോടും പോയി പണി നോക്കാൻ പറഞ്ഞുകൊണ്ട് വ്യക്തമാക്കിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.